Welcome back to our class. Here we are going to discussing about the irrigation system in Pandya region during 6th to 10th century AD. In both the Pallava and Pandya regions, a blend of continuous and seasonal irrigation method was practiced. Canals were excavated, stemming from the rivers and streams to enable to control flow of water. A major irrigation works were carried out by the kings and chiefs, local chiefs, dug in these regions. പല്ലവ പാണ്ഡ്യ കാലഘട്ടങ്ങളിൽ ഒരേപോലെയുള്ള ജലസേചന മാർഗങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ചും സീസണലായിട്ടുള്ള ജലസേചന മാർഗങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ജലസേചനത്തിന് വേണ്ടി കനാലുകൾ കുഴിക്കപ്പെട്ടിരുന്നു. നദികളിൽ നിന്നും അരുവികളിൽ നിന്നും ജലം നിയന്ത്രിതമായ രീതിയിൽ കനാലുകൾ വഴി കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം. മധുരൈ ജില്ലയിൽ 7-ാം നൂറ്റാണ്ടിൽ വൈഗ നദീതടത്തിൽ നിന്നുള്ള കനാലുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഈ ജലസേചന മാർഗങ്ങൾ രാജാക്കന്മാർ, അതുപോലെ നാട്ടിലെ പ്രമുഖർ, ഗ്രാമങ്ങളുടെ പ്രമുഖർ, ചീഫുകൾ എന്നിവയായിരുന്നു ഈ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ഇരുപ്പുകൊട്ടി കിളവൻ എന്ന ഒരു ചീഫ്, ഒരു പ്രമുഖൻ, അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒരു റിസർവയർ, ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു തടാകം, ഒരു തടയണയെല്ലാം നിലവിൽ തെളിവുകളായി പരാമർശിക്കുന്നുണ്ട്. The local chieftain who enriched their locality with such projects were granted higher political status. ഉയർന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള പദവികൾ ലഭ്യമാവുന്നതിന് വേണ്ടി നാട്ടിലെ ഗ്രാമങ്ങളിലെ പ്രമുഖർ ഇത്തരത്തിലുള്ള പദ്ധതികൾ അവരുടെ നാടുകളിൽ നടപ്പിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് ജലസേചന മാർഗങ്ങൾ നാടിൻ്റെ സമ്പന്നതയ്ക്ക് വേണ്ടി. ബോത്ത് ദ പല്ലവ ആൻഡ് പാണ്ഡ്യ regions were often called tank districts, as they depend almost entirely on such reservoirs and monsoon rains feeding them. പല്ലവ പാണ്ഡ്യ രാജ്യങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ തടാകങ്ങൾ, ടാങ്കുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ടാങ്ക് ഡിസ്ട്രിക്റ്റുകൾ എന്ന് അറിയപ്പെട്ടിരുന്നു. ഗ്രാമങ്ങൾ പലപ്പോഴും ഈ തരത്തിലുള്ള റിസർവയറുകളെയാണ് ആശ്രയിച്ചിരുന്നത്. മൺസൂൺ കാലത്തിൽ മഴയിലൂടെ ഈ തടാകങ്ങൾ നിറയുകയും പിന്നീട് ഇതിനെ ആശ്രയിച്ച്, ജലസേചനത്തിന് വേണ്ടി ആശ്രയിച്ച് ജീവിതം അല്ലെങ്കിൽ കാർഷിക വൃത്തി നിലനിൽക്കുകയും ചെയ്തു. റിവർ ഫെഡ് areas are also known. Building and renovation of the bunds and sluices and canal would point to the irrigation as major concern agrarian regions and Brahmadeya of this region. കാർഷിക മേഖലയും ബ്രഹ്മദേവരുടെ ലഭ്യമായിട്ടുള്ള കാർഷിക മേഖലയൊക്കെ പ്രധാനമായും ജലസേചനത്തിന് ആശ്രയിച്ചിരുന്നത് ചാനലുകൾ, അതിനെ കാൽ എന്ന് വിളിക്കുന്നു, അതുപോലെ ചെറിയ തടയണകൾ, സ്ലൊയ്സ് എന്നറിയപ്പെടുന്നു, ബണ്ടുകൾ, തടയണകൾ തന്നെയാണ് ബണ്ടുകൾ, മാതൈ എന്നറിയപ്പെടുന്നു. ഇവയെല്ലാം നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. എ നെറ്റ്വർക്ക് ഓഫ് വയക്കാൽസ് ലീഡിങ് ഫ്രം ദ വില്ലേജ് ടാങ്ക്സ്, ഊരുകുളം വാസ് നോൺ ആസ് ഇറിഗേറ്റഡ് ദ ലാൻഡ്. ഗ്രാമങ്ങളിൽ ചാനലുകൾ പലപ്പോഴും ഊരുകുളങ്ങളിലേക്ക്, വില്ലേജ് ടാങ്കുകളിലേക്കാണ് കണക്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ജലസേചനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ കുളങ്ങൾ ധാരാളമായി നിർമ്മിക്കപ്പെടുകയും ഈ കുളങ്ങൾ പരസ്പരം ചെറിയ ചാനലുകൾ മുഖേന
ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന്. ദ നാട്ടുപെരുമക്കൾ, ബിഗ് ചാനൽ ഓഫ് ദ നാട്, refer to the canal which supplied water to the old Nadu, was evidently under the Natar control. നാട്ടുപെരുമക്കൾ എന്ന് പറയും ഒരു വലിയ കനാലാണ്, നാട്ടിലേക്കുള്ള ജലം സപ്ലൈ ചെയ്യുന്ന വലിയ നദിയിൽ നിന്ന് നാടുകളിലേക്ക് എത്തുന്ന വലിയ കനാലുകളാണ്. ഈ കനാലുകളുടെ ജലവിതരണം നിയന്ത്രിക്കപ്പെട്ടിരുന്നത് നാട്ടാരായിരുന്നു. ഫീൽഡ്സ് were also equipped with wells to support irrigation alongside tank-based methods. Labor-intensive irrigation tasks within the field were carried out by a subordinate labor force. വയലുകളിലേക്ക് ഉള്ള ജലത്തിന് ചിലപ്പോഴൊക്കെ കിണറുകൾ വയലുകളിൽ കുഴിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ കുളങ്ങളും ഉണ്ടാവാറുണ്ട്. ഇനി ജലസേചനത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് മറ്റു ജോലികളുടെ കൂടെ ചെയ്യപ്പെടേണ്ട ഒരു ജോലിയായിട്ടാണ് കണ്ടിരുന്നത്. കാർഷിക വൃത്തി ചെയ്യുന്നവർ അതിലേക്ക് ആവശ്യമുള്ള ജലസേചനം ഉറപ്പുവരുത്തുക എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടിയുള്ള കനാലുകളും ചാനലുകളും അരുവികളും ഒക്കെ വൃത്തിയാക്കി കുഴിച്ച് ജലമെത്തിക്കുക, അല്ലെങ്കിൽ കിണറുകൾ കുളങ്ങൾ കുഴിക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ജോലിയായിട്ട് കണക്കാക്കിയിരുന്നു. Further information about the maintenance and preservation of tanks can be gleaned from Pallava inscription. While the existing remnants of the numerous tanks in both the Pallava and the Pandya region, along with the restoration efforts during British colonial period, and documented in district gazettes and manuals. പല്ലവ പാണ്ഡ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജലസേചന മാർഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പല്ലവ രേഖകളുണ്ട്. കൂടാതെ ബ്രിട്ടീഷ് കോളനിവൽക്കരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പല്ലവ പാണ്ഡ്യ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഈ കുളങ്ങൾ, തടാകങ്ങൾ, കനാലുകൾ എന്നിവ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ അവ മെയിൻ്റനൻസ് നടത്തുകയും പരിപാലിക്കുകയും ചെയ്തതായിട്ട് പല ജില്ലകളിലെയും ഗസറ്റുകളിലും മാനുവലുകളിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. നോ സ്പെഷ്യൽ കമ്മിറ്റീസ് ലൈക്ക് കളിംഗ വാരിയം, ഏറി വാരിയം ഓഫ് പല്ലവ ഇൻസ്ക്രിപ്ഷൻ ആർ നോൺ ഇൻ പാണ്ഡ്യ റീജിയൻ. പല്ലവ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള തടാകങ്ങളെയും ചാനലുകളെയും സംരക്ഷിക്കുന്നതിനായി കലിംഗ് വാരിയം, എറി വാരിയം എന്നുള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം പരാമർശങ്ങളൊന്നും പാണ്ഡ്യ കാലഘട്ടങ്ങളിൽ ഉള്ളതായി അറിയപ്പെട്ടിരുന്നില്ല. അറ്റൻഷൻ ടു ഡീസിൽറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓൾസോ ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഫോർ ബോട്ട്സ്. സിൽറ്റുകൾ, നദീതടങ്ങളിൽ അടിഞ്ഞുകൂടുന്ന എക്കൽ മണ്ണുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി റിസർവയറുകളിലും ലേക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു, അത് നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ എടുത്തിരുന്നു എന്നുള്ള. സച്ച് പ്രൊവിഷൻസ് ആർ ആൾസോ റെക്കോർഡ് ദ ലേറ്റ് പല്ലവ ഇൻസ്ക്രിപ്ഷൻ. കാവേരി പക്കം, നോർത്ത് ആർക്കോട്ട് ഡിസ്ട്രിക്റ്റ്. ഇത്തരത്തിൽ ഒരു രേഖ, പല്ലവ രേഖയായിട്ടുള്ള ഒരു രേഖ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് നോർത്ത് ആർക്കോട്ട് ഡിസ്ട്രിക്റ്റിലെ കാവേരി പക്കത്തിൽ നിന്ന്. ഫാസിനേറ്റിംഗ് പ്രൂഫ് ഹാസ് എമേർജ്ഡ് ഇൻഡിക്കേറ്റിംഗ് എ ട്രാൻസ്ഫർ ഓഫ് ഇറിഗേഷൻ ടെക്നോളജി ബിറ്റ്വീൻ തമിഴ് റീജിയൻ ആൻഡ് ശ്രീലങ്ക. മറ്റൊന്ന് മനോഹരമായ ഒരു വസ്തുത എന്നുള്ളത്, തമിഴ്നാട്ടിൽ അതുപോലെ ശ്രീലങ്കയിലും ഏകദേശം ഒരുപോലെ തന്നെയുള്ള ജലസേചന സാങ്കേതിക വിദ്യകളുണ്ടായിരുന്നു. ഇത് പരസ്പരം ഇത്തരം അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. നോട്ടബിളി വൺ, ദ ഇറിഗേഷൻ സിസ്റ്റം ശ്രീലങ്ക ഡെമോൺസ്ട്രേറ്റഡ് എ നോട്ടബിൾ അഡ്വാൻസ്മെൻറ്റ് ഈവൻ ഡേറ്റിംഗ് ബാക്ക് ടു ദി ഏർലി സെഞ്ചുറീസ് ഓഫ് ദ കോമൺ എറ. ക്രിസ്തുവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജലസേചന മാർഗങ്ങൾ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.
ഇനി ജലസേചനത്തിന് ഉപയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട രീതികൾ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് സ്ലൂയിസ് സിസ്റ്റം എന്നുള്ളതാണ്. സ്ലൂയിസ് സിസ്റ്റം നമുക്കിവിടെ പിക്ചറിൽ കാണാവുന്ന ഒരു ഘടകമാണ്. ഒരു ഷട്ടർ മാതൃകയാണിത്. ഏറ്റവും താഴെയാണ് ഇതിൻ്റെ മൗത്ത്, ഓപ്പണിംഗ് മൗത്ത് കാണാം. ഇതൊരു റോഡ് ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഷട്ടർ പ്ലാങ്ക് പലകകളുണ്ട്. ഒരു ഷട്ടറിങ് മാതൃകയാണ് ജലസേചനത്തിന് ആദ്യകാലത്തുണ്ടായിരുന്നത്. എ നമ്പർ ഓഫ് ഗ്രാനൈറ്റ് സ്ലൂയിസ് ഇൻ കരുട്ടുംബു എന്നാണ് വിളിക്കുന്നത്. ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് പാണ്ഡ്യ റീജിയൻ വർ മോസ്റ്റ്ലി ലെഫ്റ്റ് അൺനോട്ടീസ്ഡ്, ഹെൻസ് നോട്ട് റെക്കോർഡഡ്. പല്ലവ അല്ലെങ്കിൽ പാണ്ഡ്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും പാണ്ഡ്യ രാജപ്രദേശത്ത് ജലസേചനത്തിന് ഉപയോഗിച്ചൊരു മാർഗമായിരുന്നു സ്ലൂയിസ് എന്നറിയപ്പെടുന്നത്. പക്ഷേ ഇതിന് പ്രത്യേകമായിട്ടുള്ള രേഖകളൊന്നും അവശേഷിക്കുന്നില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയില്ല എന്ന് മനസ്സിലാക്കാം. തുമ്പു ഇൻസ്ക്രിപ്ഷൻ ഓഫ് പെരിയ മീനാക്ഷിപുരം കൺസ്ട്രക്റ്റഡ് ബൈ എ തട്ടാൻ. ദ തുമ്പു വാസ് എ സിംഗിൾ വാൾവ് സിസ്റ്റം വിത്തൗട്ട് എനി ഡിവൈസ് ഫോർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. സാങ്കേതികമായി യന്ത്രങ്ങളുടെയൊന്നും സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരൊറ്റ വാൽവുള്ള ഒരു തടയണ സമ്പ്രദായമാണ് തുമ്പു എന്നറിയപ്പെടുന്നത്. പെരിയ മീനാക്ഷിപുരത്താണ് ഇത് ഉണ്ടായിരുന്നത്. The sluice consisted two granite pillars installed in the tank, either side of the sluice mouth. രണ്ട് വലിയ ഗ്രാനൈറ്റ് പാളികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ടാങ്കിൻ്റെ ഉള്ളിൽ, ടാങ്കിൽ നിന്ന് ജലം പുറത്തേക്ക് എടുക്കാവുന്ന ഇടത്ത്. എന്നിട്ട് അതിനൊരു മൗത്തൊക്കെ ഉണ്ടാവും. സ്ലൂയിസ് നമുക്ക് ഈ പിക്ചറിൽ കാണാം. പില്ലർ ഹൈറ്റ് വാരീഡ് ആസ് റിക്വയർഡ് ബൈ ദ ഡെപ്ത് ഓഫ് ദ ടാങ്ക്. ടാങ്കിൻ്റെ ആഴത്തിനനുസരിച്ചാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുമുള്ള തൂണുകളുടെ വലിപ്പം ഉണ്ടാവുക. പില്ലേഴ്സ് ആർ കണക്റ്റഡ് ബൈ ദ ക്രോസ് സ്ലാബ്സ് ത്രൂ ദ സെൻറ്റർ വിച്ച് റോഡ് വാസ് ഇൻസേർട്ടഡ് ഫ്രം എബോവ് അപ് ടു സ്ലൂയിസ് മൗത്ത്. പില്ലറിന് ഇടയിൽ സ്ലാബുകൾ ഇട്ടിട്ടുണ്ടാവും, ക്രോസ് സ്ലാബുകൾ. ഇതിന് നടുവിലൂടെ ഒരു റോഡ്, ഒരു വലിയ ദണ്ട് താഴോട്ട് ഈ സ്ലൂയിസിൻ്റെ മൗത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദ എഡ്ജ് ഓഫ് ദ റോഡ് വാസ് ഫ്ലാറ്റ് കവറിങ് ഓൾ ഓഫ് ദി സ്ലൂയിസ് മൗത്ത് കുഡ് ആക്ട് എ ഷട്ടർ ഓഫ് ദ സ്ലൂയിസ് മൗത്ത്. ഈ നടുവിലൂടെ കടന്നു പോകുന്ന ഈ റോഡ്, അതിൻ്റെ അഗ്രഭാഗം സ്ലൂയിസ് മൗത്തിൽ ഫ്ലാറ്റായിരിക്കും. അപ്പോൾ ഈ റോഡ് മുകളിലേക്ക് പൊക്കുന്നതിനനുസരിച്ച് ആ മൗത്തിലൂടെ ജലം പുറത്തേക്ക് വരിക എന്നുള്ള രീതിയിലാണ് ഇതിനെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. വൺ കുഡ് സ്വിം അക്രോസ് ദ പില്ലർ, റസ് ദ സ്ലാബ് ആൻഡ് ഓപ്പറേറ്റ് ദ ഷട്ടർ ബൈ ലിഫ്റ്റിംഗ് ദ റോഡ്. നെക്സ്റ്റ് വൺ, ദ കുമിലി സിസ്റ്റം. അടുത്തതായി വരുന്നത് കുമിലി സിസ്റ്റമാണ്. കാണാവുന്നതാണ് കുമിലി സിസ്റ്റത്തെ. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. രണ്ട് പില്ലറുകൾക്കിടയിൽ ഒരു ഷട്ടർ, ഒരു സ്ലാബ്, ആ സ്ലാബിനൊരു ഹോള്, അതിൻ്റെ താഴെ ജലം പുറത്തേക്ക് ഒഴുകാനൊരു മൗത്ത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിനിടയിൽ ഒരു ബാൾ ഷേപ്പിൽ ഒരു പില്ലർ ഉണ്ടായിരിക്കും, ഒരു റോഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. It was universally utilized technique. The border of the controlled road sealed off the entrance to a stone cavity. കുമിലി സിസ്റ്റം സാധാരണ ആ കാലഘട്ടത്തിൽ എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നൊരു ടെക്നിക്കാണ്. പ്രാപഞ്ചികമായ ഒരു ടെക്നിക്കാണ്, എല്ലാ പ്രദേശവും ഉപയോഗിച്ചിരുന്നു. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റോഡ്, ഒരു ദണ്ട്, ആ ദണ്ടിനരികിൽ അറ്റത്ത് വലിയൊരു സ്റ്റോൺ ആണുള്ളത്, ആ സ്റ്റോൺ ക്യാവിറ്റിയാണുള്ളത്. The nature of the valve was different. Water flow above the former from the side. The water is led to a well called Edirakinaru, built up outside the tank. അപ്പോൾ ഈ വാൽവ് സ്ഥാപിക്കുന്നത് ഒരു ടാങ്കിന് പുറത്തേക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കിണറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. Unlike ordinary well, it constructed was upward from the ground level. സാധാരണ രീതിയിൽ കിണർ താഴോട്ട് മണ്ണ് കുഴിച്ച് താഴോട്ടാണ്.
പകരം ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാളെ സാധാ നിരപ്പായ സ്ഥലത്തിന് മുകളിലേക്ക് പടുത്തുകൊണ്ടൊരു കിണർ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഒരു ടാങ്ക് പോലെ മുകളിലേക്ക് കെട്ടിയുണ്ടാക്കുക എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഓപ്പണിംഗ് അറ്റ് ദ ബേസ് ലെവൽ, ഡിഫറെൻറ്റ് ചാനൽ റണ്ണിങ് വേരിയസ് ഡയറക്ഷൻ. ഈ കിണറിൻ്റെ ഏറ്റവും താഴെ തട്ഭാഗം ആണ് നമ്മൾ ഈ പറയുന്ന വാൽവ് ഉണ്ടാവുക. കിണറിൻ്റെ വാളിനോട് ചേർന്ന്, മതിലിനോട് ചേർന്നാണ് ഉണ്ടാവുക. ഈ വാൽവ് തുറക്കുന്നതിലൂടെ കിണറിലെ ജലം പുറത്തോട്ട് പല ചാനലുകളിലൂടെ ഒഴുകി കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിക്ക് മുകളിൽ ഒരു വലിയ ടാങ്ക് കെട്ടിയുണ്ടാക്കി അതിൽ മഴക്കാലത്ത് ജലം നിറയുമ്പോൾ ആ ജലം ആ ടാങ്കിൽ സംഭരിക്കുകയും, കൂടാതെ ആ ടാങ്കിന് സൈഡ് വശം, ഏറ്റവും താഴെ സൈഡ് വശം ഒരു വാൽവ് പോലെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാകും. വാൽവ് തുറക്കുന്നതിലൂടെ ജലം ക്രമപ്പെടുത്തി ചാനലുകൾ വഴി കൃഷിയിടത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയാണ് പഴയ കാലത്തെ ഇന്നത്തെ നിലവിലുള്ള ടാങ്കുകളെ പോലെ തന്നെ ഉള്ളൊരു പ്രവർത്തനം. സോ ദ ഫ്ലോ വർക്ക്ഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിലെ ജലത്തിൻ്റെ ഗതി നിയന്ത്രിക്കപ്പെടുന്നത് ഭൂഗുരുത്വ ബലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ദ വെൽ ഹാഡ് എ പിക്കോത്ത് സിസ്റ്റം. മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് വർ ക്യാരീഡ് ഔട്ട് 7th 8th സെഞ്ച്വറി. 7-8 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ജലസേചന രീതിയായിരുന്നു ഇത്. ചിസിൽഡ് സ്റ്റോൺ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ സ്ലൂയിസ് അറ്റ് പുല്ലാൻ ഏരി. അപ്പോൾ വെട്ടിയുണ്ടാക്കിയ കല്ലുകൾ ആണ് പലപ്പോഴും ഇത് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇറിഗേഷൻ വാസ് ഓവർസീൻ ബൈ കമ്മ്യൂണൽ എൻറ്റിറ്റീസ് such as the നാട്, സഭ, ഊര്, ആസ് വെൽ ആസ് ബീയിങ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ലോക്കൽ ലീഡേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജലസേചന മാർഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ഉണ്ടാവും. പ്രത്യേകിച്ചും നാട്ടിലെയും സഭകളിലെയും ഊരുകളിലെയും ഒരു പ്രത്യേക വിഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഊരാൺമൈ, നാട്ടാൺമൈ എന്നൊക്കെ പറയപ്പെടുന്ന, സഭയാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം തന്നെയാണ് ജലസേചനത്തെയും നിയന്ത്രിച്ചിരുന്നത്.